എന്ത് ഭംഗിയാണല്ലേ ഇത്. നമ്മളിപ്പം ഉള്ളത് കസാഖിസ്ഥാനിലാണ്. അവിടെ അൽമാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര രസമാണ് റോഡൊക്കെ കാണാൻ. കണ്ടു ഭയങ്കര രസമായിട്ടുണ്ട്. വണ്ടിയൊക്കെ പോകുന്നു, ഭയങ്കര സ്നോഫോള്, നല്ല രസമായിരുന്നു. ഓരോ ഫ്രെയിമും ഭയങ്കര അടിപൊളി, ഒരു മൂവിയൊക്കെ കാണുന്ന പോലെ. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന റഷ്യൻ ഭാഷയാണ്. ആക്ച്വലി അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല, ബട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്താൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുണ്ടോ, റോഡൊക്കെ ഇങ്ങനെ ഫുൾ മഞ്ഞാണ് രണ്ട് സൈഡിലും. നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ വെക്കില്ലേ ക്രിസ്മസ് ട്രീ, അതുപോലത്തെ ട്രീ ആണ് സൈഡിൽ ഫുൾ. അതിലിങ്ങനെ മഞ്ഞത്തുള്ളികൾ ഇങ്ങനെ വീണിട്ടുണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട്. പിന്നെ ബസ് ഇതിപ്പം ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ മെയിനായിട്ട് ഓടുന്നത്. അപ്പം ഇലക്ട്രിക് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വ്യൂ ഇങ്ങനെ കണ്ടുപോകാം. നല്ല രസമാണ്. പിന്നെ ട്രാഫിക് സിഗ്നൽസും കുറേ, എല്ലാ ജംഗ്ഷൻസും ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നും. പിന്നെ ഫുൾ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സാണ്, വീട് പോലൊന്നും കാണാൻ പറ്റില്ല. കുറേ അപ്പാർട്ട്മെൻറ്റ്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെന്താ, ട്രാഫിക് സിഗ്നൽസിലൊക്കെ ഇങ്ങനെ നിർത്തുമ്പോൾ ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്യുന്ന കാണാൻ പറ്റും. ഒരു നല്ലൊരു വെതറായിരുന്നു. ഞാനിപ്പോൾ ഒരു ജനുവരി ടൈമാണ്. അപ്പം മഞ്ഞുണ്ട്, എന്നാൽ ഭയങ്കര മഞ്ഞുമല്ല. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു വെയിലും. നല്ല രസമാണ്. പക്ഷെ ജാക്കറ്റൊന്നും ഇടാൻ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഫുൾ തെർമൽസ്, ജാക്കറ്റ്, ഗ്ലൗസ്, തൊപ്പി അതെല്ലാം വെച്ചാലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം. ബസ്സൊക്കെ ഇങ്ങനെ ഓരോ നമ്പറാണ്, ഓരോ റൂട്ടിലേക്ക് ഇങ്ങനെ ഓരോ നമ്പറുണ്ടാവും. ഈ രാവിലെ ആകുമ്പോൾ ഈ കാറൊക്കെ ഫുൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇത് ഇങ്ങനെ ബസ്സുകൾ പോകുന്നു. ഫുഡൊക്കെ മെയിനായിട്ട് ആൾക്കാർ നൂഡിൽസ് അങ്ങനത്തെ സംഭവമൊക്കെയാണ് കഴിക്കുക. അവിടുത്തെ ഒരു ബിൽഡിങ്ങാണ്. അങ്ങനെ കണ്ടോ, കുറേ ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ കുറേ മാൾസ് ഉണ്ട്. പിന്നെ കുറേ മാൾസ്, കുറേ അപ്പാർട്ട്മെൻറ്റ്സ്. വീട് പോലൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ്. അവിടുത്തെ ഒരു ഷോപ്പിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇതൊക്കെ വാങ്ങാൻ കിട്ടും അവിടെ. പിന്നെ ഇത് ഗ്രീൻ ബസാറാണ്. നമ്മുടെ അവിടുത്തെ ഒരു ചീപ്പെന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി. അത്യാവശ്യം നമ്മുടെ അതേ എമൗണ്ട് തന്നെയാണ്. അവർക്ക് നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ. അപ്പോൾ അവരിനി നമ്മളെ കാണുമ്പോൾ വില കൂട്ടി പറയുന്നതാണോന്ന് അറിയില്ല. നമുക്ക് റഷ്യൻ അറിയെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. നല്ല ഫ്രഷ് ഫിഷാണ്. നല്ല ഫിഷൊക്കെ അവിടെ ഫ്രഷാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ഫിഷൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പിളൊക്കെ ഇങ്ങനെ കഴിക്കാൻ തരും. ഗ്രീൻ ബസാറിനകത്തുള്ള ജസ്റ്റ് അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്, അകത്തുള്ള സാധനങ്ങളാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ, അതായത് ഈ ഷുഗർ കോട്ടിങ്ങിലിട്ട ആപ്രിക്കോട്ട്സ്, പിന്നെ കിവി, ഇത് മറ്റേ നമ്മുടെ മുട്ടയുടെ ഒരു സ്റ്റോളാണ്. പിന്നെ ഒത്തിരി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയാണ്. ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. കസാഖ്സ്ഥാനിൽ ആപ്പിൾ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം ഞാനിങ്ങനെ ആപ്പിൾ ചോദിക്കുമായിരുന്നു. അപ്പം ആപ്പിൾ ഞാൻ വാങ്ങിയായിരുന്നു. ആക്ച്വലി നല്ല മധുരം ഉണ്ടായിരുന്നു. അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് തെൻചി എന്നാണ് പറയുക. അപ്പം അവിടെ ഞാൻ വാങ്ങിയ ആപ്പിൾ 500 തെൻജി, ദാറ്റ് മീൻസ് എബൌട്ട് നമ്മുടെ ഒരു 100 റുപ്പീസ്. ഓൾമോസ്റ്റ് ഒരു 1 റുപ്പി എന്ന് പറയുന്ന അവിടുത്തെ 5 തെൻജി, ഏകദേശം അങ്ങനെയാണ് വില. ഏകദേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും ഓരോ ദിവസത്തെ ഇതനുസരിച്ചിട്ട്. ഇപ്പം ആൻറ്റി എനിക്ക് ആപ്പിൾ എടുത്ത് തരുവാണ്. അപ്പം ഞാൻ 1 kg ആപ്പിൾ വാങ്ങിയായിരുന്നു. കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഫ്രൂട്ട് കൂടെ കണ്ടു. അപ്പം നമുക്ക് വേറെയും സ്ഥലങ്ങളിൽ പോയപ്പം പിന്നീട് വന്ന് വാങ്ങാമെന്ന് ചോദിച്ചു. വെയിറ്റ് പിടിച്ച് കുറേ നടക്കണമല്ലോ. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കളറാണ് അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ. ലൈക്ക് ഓറഞ്ച് എന്ന് വെച്ചാൽ നല്ല ഓറഞ്ച്. പോംഗ്രനേറ്റ് മുറിച്ച് വെച്ചിരിക്കുന്ന ഭയങ്കര ഒരു റെഡ് കളറായിരുന്നു. ഇതും അതുപോലെ അവിടുത്തെ കുറച്ച് ലോക്കൽ സ്പൈസസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വച്ചേക്കുന്നതാണ്.
നല്ല രസമായിരുന്നു. പിന്നെ ഇതെന്തോ കുറച്ച് ബ്രെഡ് ഐറ്റംസ്, അത് പറയാം. അവിടുത്തെ ബ്രെഡ് ഐറ്റംസ് നല്ല ടേസ്റ്റ്. അടിപൊളി. വീട്ടിൽ പോകുമ്പം കുറച്ച് ബ്രെഡ് ഐറ്റംസ് വാങ്ങിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഇത് അവിടുത്തെ സ്പൈസസ് ആണെന്ന് തോന്നുന്നു. അവിടെ കുറേ പിന്നെ പംകിൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, നല്ല രസമുണ്ട്. ഇത് പംകിനാണ് അവരിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അകത്ത് കയറുമ്പം കുറച്ച് നല്ല ചൂടുണ്ട്, എനിക്കൊന്ന് ഹീറ്റേഴ്സ് ഉണ്ടെന്ന്. പുറത്ത് ഭയങ്കര തണുപ്പാണ്. പുറത്തിറങ്ങി അടിപൊളി തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. മുഖമൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ നല്ല തണുപ്പാണ്. പക്ഷെ നല്ല രസമാണ്, അടിപൊളിയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് സാധനമൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെന്താ, അത് തന്നെ. എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡാണ്. ഇവർക്ക് എങ്ങനെ ഈ തണുപ്പത്തിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. കാരണം അത്ര തണുപ്പാണ്. അപ്പം അവരങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നു. പിന്നെന്താ, ആ മാർക്കറ്റിൽ തന്നെ പലതരം കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിലിങ്ങനെ ആൾക്കാരല്ല, ഞാൻ തന്നെ എന്തോ നോക്കുന്നതാണ് ഷോപ്പിൽ. എല്ലാവരും ജാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ടെന്ന് പിന്നീട് തന്നെ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു തുറന്നാണ് ഒരു ബുക്ക്, ഒരു നോട്ട് പാഡ് പോലത്തെ സംഭവം. ഇതിൻ്റെ അവിടെ നിന്ന് ചായ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചായയും ബ്രെഡ് ഒരു കുഞ്ഞു ബുക്ക് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഈ 10 രൂപീസം കാണിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണോ MRP എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഈ നമുക്കറിയില്ലല്ലോ. അതാവും തണുപ്പ് സമയത്തിടാനുള്ള കുറേ ഡ്രസ്സസ്, ഗ്ലൗസ്, സ്കാർഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഉണ്ട്. പിന്നെ വീണ്ടും ഞാൻ മൊത്തത്തിൽ വീണ്ടും ഓരോ സാധനങ്ങൾ എത്തിക്കുന്നത് രസമാണ് കാണാനായിട്ട്. നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് ചെയ്ത് തരും. ഇത് വീണ്ടും പറഞ്ഞില്ലേ ബ്രെഡ്സ്, നമുക്ക് മെയിനായിട്ട് ബ്രെഡും അങ്ങനത്തെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കട ഇങ്ങനെ നോക്കി നടക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എന്താ പറയുക, ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നതാണ്. അടിപൊളി വ്യൂ ആണ്. ഓരോ ഫ്രെയിമും നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും, നമുക്ക് കണ്ണ് മാറ്റാൻ തോന്നും. നന്നായിട്ട് ഫ്രെയിമിൽ നിൽക്കുന്ന പോലെ തോന്നും. അടിപൊളി, നല്ല രസമാണ്. എല്ലാവരും ഒരു വർഷമെങ്കിലും വിസിറ്റ് ചെയ്യണം. വിസാഖി കമ്പനിയാണ്. നമുക്ക് 14 days വിസയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പം ആൾക്കാരൊക്കെ വണ്ടി ക്രോസ് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്യുന്നു. എല്ലാവരും നമ്മൾ സമാധാനത്തോടെ ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകും. നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര എവിടെ നോക്കിയാലും നല്ല ഭംഗി. ഇങ്ങനെ മഞ്ഞൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ ഓൾട്ടോ ഇതൊക്കെ പോകണം. ഇവർക്ക് BMW അങ്ങനത്തെ എല്ലാം ഭയങ്കര ഹൈ ലക്ഷറി കാറാണ് ഇവിടുത്തെ ആൾക്കാരുടെ ലോക്കലായിട്ട് പോകുന്നത്. അപ്പോൾ അടിപൊളി ഒത്തിരി വലിയ വലിയ കാറുകൾ കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഫുൾ മഞ്ഞ്, നല്ല രസമുണ്ടായിരുന്നു ഈ മഞ്ഞൊക്കെ കാണാനായിട്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ നടക്കാത്ത സ്ഥലത്ത് ഞങ്ങൾ കയ്യിലെടുത്ത് കുറച്ച് എറിഞ്ഞൊക്കെ കളിച്ചായിരുന്നു. നല്ല രസം. പക്ഷെ നല്ല തണുപ്പാണ്. മരങ്ങളിലൊന്നും ഇലയൊന്നുമില്ല. ആ മഞ്ഞിൻ്റെ സ്ഥലത്ത് ഉള്ള ടൈപ്പ് ഓഫ് ഇലയാണ്. ഇതൊരു മാർക്കറ്റാണ്. പിന്നെ വീണ്ടും ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ മാപ്പിട്ടിങ്ങനെ ലോക്കൽസിനെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. രസമുണ്ടായിരുന്നു. ഫുൾ മഞ്ഞാണ്. നമുക്കിങ്ങനെ വണ്ടി വന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. ഇവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. ഇവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല, അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കിട്ടും. അതൊരു പബ്സ് കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. ഇത് നമുക്ക് ഹോട്ട് വാട്ടർ എടുത്തിട്ട് കോഫി മിക്സ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ഫുഡ് കഴിക്കുന്ന കോഫി ഉണ്ടായിരുന്നു. അത് ഓംലെറ്റാണ്, നല്ല രസമുണ്ടായിരുന്നു. സോസേജൊക്കെ ഇട്ടിട്ട് നല്ല ഫ്ലഫി ഓംലെറ്റ്. വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. പിന്നെ ഒരു കേക്ക് ആൻഡ് ബ്രെഡ് ടൈപ്പ്, അതിൻ്റെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ പുറത്തെ വ്യൂ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ മസ്റ്റ് വിസിറ്റാണ്, ഒരു വട്ടമെങ്കിലും ഇവിടെ വരണം. നല്ല രസമുണ്ട്. ഡൽഹിയിൽ നിന്നാണെങ്കിൽ നമുക്ക് അൽമാട്ടിയിലോട്ടൊരു 3 hour ഫ്ലൈറ്റാണ്. ഏകദേശം ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്
നമ്മൾ ഏകദേശം ഒരാൾക്ക് 6000 ഒക്കെയാണ് ആവുക. അപ്പോൾ മാറി വരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഏകദേശം 6000 7000. മുംബൈയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും അതേ വ്യൂ അതേ ഫ്രെയിം, ഭയങ്കര രസമുണ്ട്. ലൈക്ക് നല്ല രസം. റോഡൊക്കെ ഇങ്ങനെ മഞ്ഞ് ഫുൾ വീണ് ആൾക്കാരൊക്കെ. അതായിരുന്നു ഞങ്ങൾ കയറിയ ആ ഷോപ്പിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. റോഡൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. അങ്ങൊരു മോസ്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ദൂരെ ഒരു മോസ്ക് കാണുന്നുണ്ട്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. അവിടുത്തെ ഓരോ സ്ട്രീറ്റ്സ്, ഓരോ അടിപൊളി കാറുകൾ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബാങ്ക് ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. ഇതിൽ ഡോളർ ഉണ്ടായിരുന്നു, നമ്മൾ യൂസാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കറൻസി കുറച്ചുണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥലം നമ്മൾ തപ്പി. അവസാനം നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. അവസാനം കിട്ടി. കണ്ടോ, എല്ലായിടത്തും മഞ്ഞാണ്. ഈ ഒരു ജനുവരി ടൈമൊക്കെ ഉണ്ടല്ലോ, ഡിസംബർ ജനുവരി ഭയങ്കര മഞ്ഞാണ്. നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ജൂൺ സെപ്റ്റംബർ. ആ സമയത്ത് മഞ്ഞധികം കാണില്ല. പക്ഷെ നിങ്ങൾ മഞ്ഞ് കാണണമെങ്കിൽ ഡു കം ഇൻ ദിസ് ടൈം. ബൈ. ഓക്കെ.